തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ എല്ലാത്തിലും ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു തരത്തിൽ ഏകാധിപത്യം തന്നെയാണ് ഭാരതത്തിൽ നടക്കുന്നതെന്നാണ് ചിലരുടെ അഭിപ്രായം. അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? ഏതൊരു രാജ്യത്താണോ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയത്, ഏതൊരു രാജ്യത്താണോ 94 കോടി വോട്ടർമാർ അവരുടെ ഔദ്യോഗിക വോട്ടർ കാർഡ് ഉപയോഗിച്ച് ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത്, ആ ജനതയെ ഈ ആളുകൾ ആക്ഷേപിക്കുന്നത് ഇവർ ചെയ്യുന്ന എത്ര വലിയ തെറ്റും പാപ്പരത്വവുമാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ വിദേശ രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് അനലിസ്റ്റ് ആണെന്ന് കരുതി ഇന്ത്യൻ ജനതയേക്കാൾ ബുദ്ധിയുള്ളവരാണെന്ന് സ്വയം അഹങ്കരിക്കരുത്. അതും ഇന്ത്യയിലെ വോട്ടർമാരുടെ പകുതി ജനസംഖ്യ പോലും ഇല്ലാത്ത രാജ്യങ്ങളിലെ ചിലർ. ഞാൻ വിശ്വസിക്കുന്നത് ഒരു രാജ്യത്തെ ഭരണാധികാരിയും ഭരണകൂടവും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്. ലോകം തന്നെ പകച്ചുപോയ കോവിഡ് കാലം നോക്കാം. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് വേണ്ട വാക്സിൻ വളരെ വേഗം ഉണ്ടാക്കി സൗജന്യമായി രാജ്യത്താകെ കുറഞ്ഞ സമയത്ത് എത്തിച്ച് വാക്സിൻ ഡ്രൈവ് പൂർത്തിയാക്കുക മാത്രമല്ല ഭാരതം ചെയ്തത്. 160ഓളം രാജ്യങ്ങളിൽ വാക്സിനും വേണ്ട മരുന്നും സഹായങ്ങളും എത്തിച്ചുകൂടി കൊടുത്തു. വേറെ ഏത് രാജ്യത്തിന് ഇത് അവകാശപ്പെടാൻ കഴിയും? ഒരു രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് കോവിഡ് മുതൽ എല്ലാ മാസവും സൗജന്യ റേഷൻ നൽകുന്ന വേറെ ഏത് രാജ്യമുണ്ട് ലോകത്ത്? ഇപ്പോഴത് 2029 വരെ സൗജന്യമായി നൽകാനും മോഡി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യവുമില്ല ആയുഷ്മാൻ ഭാരത് യോജന പോലെ ഒരു രാജ്യത്തെ 10 കോടി ജനങ്ങൾക്ക് വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്നത്. അതും ഒരു ക്യാഷ്ലെസ്, ഒരു കാർഡ് മാത്രം വെച്ച്. രാജ്യത്താകെ 28,000 ആശുപത്രികൾ അതിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഈ വിലയിരുത്തി മാർക്കിടുന്ന നിരീക്ഷകർക്ക് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് അറിയില്ല എന്നാണ്. ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയുള്ള നാട്. അതും ഓരോ 5 വർഷം കൂടുമ്പോഴും ജനങ്ങൾ അവരുടെ പരമാധികാരം ഉപയോഗിച്ച് ഭരണകൂടത്തെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. കാലങ്ങളായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചില വികാരങ്ങളാണ് അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് ജാതി, മതം എന്തുമാവാം. ഞങ്ങളുടെ വികസനം നോക്കി മാത്രം നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് ജനങ്ങളോട് ധൈര്യത്തോടെ പറഞ്ഞ 2 പ്രധാനമന്ത്രിമാരെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങളുടെ വാജ്പേയിയും മോദിയുമാണ്. മോദി കൊണ്ടുവന്ന മാറ്റം എന്തെന്നാൽ ഓരോ വോട്ടർമാരും വലിയ സ്വപ്നങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. അതൊരു BJP പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പോലൊരു നാഷണൽ അംബിഷൻ രാജ്യത്തിന് പിന്നെ ഉണ്ടായിട്ടേയില്ല. എന്നാൽ ഇന്ന് ജനം മോദിയുടെ 2047 വികസിത ഭാരതം എന്നത് അവരുടെ കൂടി നാഷണൽ ആയി വിശ്വസിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഡിഫൻസ് രംഗത്ത് രാജ്യം ഒന്നാമത് എത്തണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത് രാഹുൽ ഗാന്ധി എന്താണ് ശ്രമിക്കുന്നത്? മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിക്കാനാണ്. മോദി ആത്മനിർഭർ ഭാരത് വഴി രാജ്യം സ്വയം പര്യാപ്തമാകാൻ ശ്രമിക്കുമ്പോൾ അതിനെപ്പോലും പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധി ശരിക്കും ചെയ്യുന്നത് രാജ്യദ്രോഹമായല്ലേ കാണാൻ കഴിയൂ. മറ്റെല്ലാം പോട്ടെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പറഞ്ഞത് ഇന്ന് ഭാരതത്തിൽ കേവലം 3% മാത്രമേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂ എന്നാണ്. ഇത്ര വലിയ നേട്ടത്തെയും രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നു. ജനം അതൊക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ മോദിയെക്കുറിച്ച് പറയുന്നു, ഞാൻ അടൽജിയെക്കുറിച്ചും പറയാം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ബാങ്കിങ് സെക്ടർ നോക്കിയപ്പോൾ അദ്ദേഹം 99 ഭരണം ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തെ ബാങ്കിങ്ങിന്റെ കിട്ടാക്കടം 17%. 2004 അത് 7% കുറച്ചു. അപ്പോഴേക്കും അടൽജിക്ക് ഭരണം നഷ്ടമായി. UPA അധികാരത്തിൽ വന്നു. അവർ അധികാരം മോദി ഏൽപ്പിക്കുമ്പോൾ വീണ്ടും അത് 15% ഉയർന്നു. അടൽജിയുടെ ഭരണകാലത്ത് രാജ്യത്തെ കാർഷിക വളർച്ച 9%. സേവന മേഖലയിൽ വളർച്ച 7%. രാജ്യത്തെ ആകെ ആഭ്യന്തര സാമ്പത്തിക വളർച്ച 8%. വാജ്പേയി കാലത്ത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഗവൺമെന്റ് എടുത്തത് 6 ലക്ഷം കോടിയാണെങ്കിൽ UPA കാലത്തെ 10 വർഷം കൊണ്ട് അവർ പൊതുമേഖലാ ബാങ്കുകളിൽ ലോൺ എടുത്തത് 39 ലക്ഷം കോടിയാണ്. അതിൽ തന്നെ 4 ലക്ഷം കോടി കടമെടുത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞതുപോലുമില്ല. രാജ്യത്തെ ജനങ്ങളെ കടക്കാരാക്കിയത് കോൺഗ്രസിന്റെ അഴിമതി ഭരണകാലത്താണ്. പറഞ്ഞു വന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയ വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക.
കോൺഗ്രസിന്റെ പരമ്പര തന്നെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടായത്. മോദിയുടെ പൊളിറ്റിക്സ് അല്ല, പെർഫോമൻസ് നോക്കുക. കോൺഗ്രസിന്റെ പെർഫോമൻസും നോക്കുക. ജനം വിലയിരുത്തിയാണ് വോട്ട് ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണമാണ് കോവിഡ് കാലം. രാഹുൽ ഗാന്ധി തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്നു. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. രാജ്യത്താകെ ഈടില്ലാതെ മുദ്രാ യോജന വഴി ലോൺ നൽകിയത് 30 കോടി ആളുകൾക്കാണ്. അതിൽ ബാങ്കിന്റെ കണക്ക് പ്രകാരം 8 കോടി പേര് ആദ്യമായി ഒരു സംരംഭം തുടങ്ങുന്നവരാണ്. ഈ ലോണുകളിൽ കുടിശ്ശിക ഉള്ളത് വെറും 3% താഴെ മാത്രമാണ്. അതായത് 97% പേരും ലോൺ തിരികെ അടയ്ക്കുന്നു. എന്താണ് അതിനർത്ഥം? അവരുടെ ബിസിനസ് വിജയിക്കുന്നു എന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഈ 30 കോടി പേര് ചെയ്യുന്ന തൊഴിലല്ലേ? അതിൽ കുറഞ്ഞത് ആദ്യമായി സംരംഭം തുടങ്ങിയ 8 കോടി പേരെങ്കിലും പുതിയതായി വരുമാനം നേടിയവരുടെ ലിസ്റ്റിൽ പെടില്ലേ? ഇതേ 30 കോടി സംരംഭങ്ങൾ ഒരാൾക്ക് കൂടി തൊഴിൽ നൽകിയെന്ന് കരുതിയാൽ അത് മാത്രം 60 കോടി പേർക്ക് വരുമാനമായില്ലേ? സ്മൃതിജി, പ്രതിപക്ഷം ചോദിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം തന്നെ 25 കോടി ജനങ്ങളെ ഇന്ത്യയിൽ ദാരിദ്ര്യമുക്തരാക്കിയെന്നാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും അവർക്ക് എന്തിനാണ് ഒരു സർക്കാർ സൗജന്യ റേഷൻ കൊടുക്കേണ്ടി വരുന്നത്? അത് കാപട്യമല്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കരുതെന്നാണോ? 25 കോടി ജനങ്ങൾ ദരിദ്രരുടെ ലിസ്റ്റിൽ നിന്ന് മാറിയെന്നാൽ അതിനർത്ഥം അവർ സ്വയം പര്യാപ്തരായ പണക്കാരായെന്നല്ല. ഒരു രാജ്യത്തെ ദരിദ്ര വിഭാഗത്തിന് അവരുടെ ആ അവസ്ഥ ഉണ്ടാകാൻ പ്രധാന കാരണം അവരുടെ മോശം ആരോഗ്യസ്ഥിതിയാണ്. രോഗങ്ങൾ കാരണം ആശുപത്രി ചെലവുകൾ കൂടുന്നതുകൊണ്ടാണ്. അവിടെയാണ് മോദിയുടെ പല പദ്ധതികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടത്. ശുചിത്വമില്ലായ്മ കൊണ്ട് ആരോഗ്യം മോശമായിരുന്നത് ഇല്ലാതാക്കാൻ മോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് കഴിഞ്ഞു. 12 കോടി ടോയ്ലറ്റുകൾക്ക് അത് കഴിഞ്ഞു. മറ്റെല്ലാ രാജ്യത്തും കോവിഡ് വാക്സിൻ ജനങ്ങൾ പണം കൊടുത്താണ് വാങ്ങിയത്. നമ്മുടെ രാജ്യത്ത് ഒരു വാക്സിൻ 600 രൂപ ചെലവ് കണക്കാക്കിയാൽ ഒരു കുടുംബത്തിന്റെ 4 പേർക്ക് ബൂസ്റ്റർ ഡോസ് അടക്കം 3 ഡോസ് എടുക്കാൻ 7200 രൂപ വേണ്ടി വരുമായിരുന്നില്ലേ? മോദി ഗവൺമെന്റ് അവരുടെ ബാധ്യത കുറച്ചില്ലേ? ആയുഷ്മാൻ ഭാരത് യോജന കാരണം അവരുടെ ആശുപത്രി ചെലവുകൾ 0 ആയി മാറി എന്നത് മൂന്നാമത്തെ കാരണം. 2023 മുതലുള്ള കണക്കുകൾ മാത്രം എടുത്താൽ രാജ്യത്താകെ 5,70,00,000 ആശുപത്രി അഡ്മിഷൻ, 70,000 കോടി ചെലവുള്ളത് ആയുഷ്മാൻ യോജന വഴി സൗജന്യമായി ചെയ്തു. ഈ നേട്ടമാണ് രാജ്യത്തെ ദരിദ്രർക്ക് ലഭിച്ചത്. GDP കണക്ക് കൂട്ടിയാൽ ജനങ്ങൾക്കുണ്ടാകുമായ ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈ ചാനൽ തന്നെ 2012 തോന്നുന്നു രാജ്യത്തെ ടോയ്ലറ്റ് ഇല്ലായ്മ കൊണ്ട് രാജ്യത്തിന്റെ GDPയിൽ 6% നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ മോദി 12 കോടി ടോയ്ലറ്റ് നിർമ്മിച്ചപ്പോൾ അതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് രാജ്യത്തിന്റെ വളർച്ചയിൽ ഉണ്ടാവില്ലേ? ഇത്തരം പദ്ധതികൾ മോദി തുടരുന്നത് അവർ ഇനിയും ദാരിദ്ര്യത്തിലേക്ക് തിരികെ വീണു പോകാതിരിക്കാനുള്ള ഒരു സർക്കാരിന്റെ കരുതലാണ്. അതാണ് മോദി. പ്രതിപക്ഷത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല എന്നതാണ് രാജ്യത്തിന്റെ പ്രശ്നം.